യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഫെബ്രുവരി 21 ബുധനാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ അടയാളങ്ങൾ അന്വേഷിക്കുന്ന ഒരു ജനസമൂഹത്തെ യേശു പരസ്യമായിട്ട് ശാസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വചനഭാഗം ഇന്നും പ്രസക്തമാണ്. കാരണം യേശുവിന്റെ കാലത്ത് എന്നതുപോലെ തന്നെ ഇന്നും അടയാളങ്ങൾ പിന്നാലെ പോകുന്ന ജനസമൂഹമാണ്. ഒരു ധ്യാനത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ കൂടാൻ വേണ്ടി പോവുകയാണെങ്കിൽ, പള്ളിയിൽ പോവുകയാണെങ്കിൽ അവിടെ എന്ത് അടയാളം കാണാൻ പറ്റും, എന്ത് അത്ഭുതം കാണാൻ പറ്റും എന്നാൽ ചില വ്യക്തികൾ ധ്യാനം കൂടാൻ വേണ്ടി പോകുന്നത് തന്നെ ചില ധ്യാന ഗുരുക്കന്മാരെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ, ആ ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും, രോഗശാന്തി കാണാൻ പറ്റും, അല്ലെങ്കിൽ വിടുതൽ കാണാൻ പറ്റും. ഇങ്ങനെ അടയാളങ്ങൾ അന്വേഷിച്ചു പോകുന്ന ഒരു ജനസമൂഹത്തെ യേശു പരസ്യമായിട്ട് ശാസിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഒരു നോമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാ: അടയാളങ്ങളെ പിന്നാലെ പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് മാനസാന്തര അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവസാനം വരെ, ഈശോയുടെ അവസാന കാലഘട്ടം വരെ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരുപാട് ജനങ്ങള് അത്ഭുതങ്ങൾ കണ്ടു. ഒത്തിരി രോഗശാന്തി സ്വീകരിച്ചവരുണ്ട്, ഒത്തിരി അടയാളങ്ങൾ സ്വീകരിച്ചവരുണ്ട്, ഉയർത്തെഴുന്നേറ്റവരുണ്ട്. പക്ഷെ യേശുവിന്റെ കുരിശിൻ ചുവട്ടില് അവിടെ ഈ അത്ഭുതങ്ങൾ സ്വീകരിച്ചവരും രോഗശാന്തികൾ സ്വീകരിച്ചവരെയും ആരെയും കാണാൻ പറ്റിയില്ല. അവിടെ പാപം മോചിക്കപ്പെട്ട്, പാപം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട വ്യക്തികളെ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. നമ്മൾ ഈ ഒരു വചനഭാവം ചിന്തിക്കുമ്പോൾ നമുക്ക് യേശുവിന്റെ കൂടെ ആയിരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ പാപം ആദ്യം ഉപേക്ഷിക്കുക. പാപം ഉപേക്ഷിച്ച് പാപത്തിൽ നിന്നും പരിപൂർണമായ വിടുതൽ പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് തിരിയുക. യേശുവിലേക്ക് തിരിഞ്ഞ് യേശുവിനോടൊപ്പമുള്ള ജീവിതം നയിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അടയാളങ്ങൾ പിന്നാലെ പോയിട്ട് നമുക്ക് യേശുവിലേക്ക് വരാൻ സാധിക്കരുത്. കാരണം അടയാളങ്ങൾ സ്വന്തമാക്കും, അത്ഭുതങ്ങൾ സ്വന്തമാക്കും, രോഗശാന്തികൾ സ്വന്തമാക്കും. അത് താൽക്കാലികമാണ്. അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യം കഴിഞ്ഞു, പിന്നെ അവർ തോന്നിയ വഴിക്ക് പോവുകയാണ്. മറിച്ച് മാനസാന്തരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശുവിന്റെ കൂടെ നിത്യതയോളം ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് താൽക്കാലികമായ രോഗശാന്തിയോ അടയാളങ്ങളോ വേണോ, അത് യേശുവിന്റെ കൂടെ നിത്യം ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ ചോയ്സാണ്, നമുക്ക് തീരുമാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.